വയനാട്ടിലെ വന്യജീവി ശല്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ്. നാളെ നടക്കുന്ന അവലോകന യോഗത്തിൽ വന്യജീവി ശല്യത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജില്ലയിൽ വന്യജീവി ആക്രമണങ്ങൾക്ക് ഇരയായവരുടെ കുടുംബങ്ങളെ സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വാഗേരിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെയും കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പാക്കം സ്വദേശി പോളിന്റെയും പടമല സ്വദേശി അജീഷിന്റെയും വീട് മന്ത്രി സന്ദർശിച്ചു. ഡൽഹിയിൽ നിന്നും തങ്ങളെ കാണാനെത്തിയതിൽ കേന്ദ്രമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തി അജീഷിന്റെ മകൾ. Tomorrow I will take a meeting with the local administration because this is the boundary area of Karnataka and Kerala. I called the officers of the both states. We will take a joint action plan. I will discuss with my officers today evening also, local administration also. Tomorrow some NGOs, activists and church, they will also come and meet me. And after that I will give my full view to you. मैं यहाँ पर क्योंकि हमारे माननीय प्रधानमंत्री श्री नरेंद्र मोदी एक विज़न रहता है, दैट इज़ द विजन ऑफ आवर प्राइम मिनिस्टर श्री नरेंद्र मोदी टू प्रोटेक्ट द लाइफ एंड टू प्रोटेक्ट द एनवायरमेंट ऑल्सो. ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ശ്രീജിത്ത്, സംസ്ഥാന സർക്കാർ പാടെ മറന്ന ഒരു ജില്ലയായിരുന്നു വയനാട്. ആ ജില്ലയാണ്, വയനാടൻ ജനതയാണ് കേന്ദ്രം ഇപ്പോൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത്, കൈ കൊടുത്തിരിക്കുന്നതും. ഒപ്പം അവർ കേൾക്കാൻ ആഗ്രഹിച്ച വാക്കുകൾ തന്നെയാണ് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. തീർച്ചയായും രജനി, ഈ പൂർണ്ണമായും ഈ സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നതിനിടയിലായിരുന്നു ഇന്നലെ ഡൽഹിയിൽ ഇത്തരത്തിലൊരു അടിയന്തര യോഗം വനം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അടിയന്തരമായി ഇത്തരത്തിൽ വയനാട് സന്ദർശിക്കുകയും വയനാട്ടിലെ ജനങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ ഇടപെടുന്നതിന്റെ ഭാഗമായിരുന്നു അടിയന്തരമായി തന്നെ ഇന്ന് മന്ത്രി വയനാട്ടിലെത്തിയത്. ഇന്ന് 5 മണിയോടെയായിരുന്നു മന്ത്രി വയനാട്ടിലെത്തിയത്. തുടർന്ന് BJPയുടെ പ്രവർത്തകരുമായി ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട അവരുടെ പരിഭവങ്ങളും പരാതികളും ഈ മന്ത്രി കേട്ടു. അതോടൊപ്പം 5 മണിയോടെ തന്നെ ഈ പരിപാടി കഴിഞ്ഞതിന് പിന്നാലെയായിരുന്നു മന്ത്രി ഈ വാഗേരിയിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലെത്തുകയും പ്രജീഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും അവിടെ വെച്ച് തന്നെ ഈ നാട്ടുകാർ ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട് അടിയന്തര പരിഹാരം കാണുമെന്ന് ആവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ കുടുംബം ഒരു സാധാരണ കർഷക കുടുംബമാണ്. ആ കുടുംബത്തിനുള്ള ധനസഹായം കൂടുതൽ നൽകണം, അതിന് കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന ആവശ്യമുന്നയിച്ച് നിവേദനം നൽകി. തുടർന്നായിരുന്നു രണ്ടാമത്തെ വീട് സന്ദർശിച്ചത്. അത് 1 മണിക്കൂർ സഞ്ചരിച്ചാണ് രണ്ടാമത്തെ വീട്ടിലേക്ക് എത്തുന്നത്. പാക്കം സ്വദേശിയായ പോളിന്റെ വീട്ടിലായിരുന്നു സന്ദർശനം നടത്തിയത്. തുടർന്ന് അവിടെ വൈദികർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. അവരും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നും ജില്ലാ ഭരണകൂടം ഇങ്ങനെ തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് വൈദികർ ഉൾപ്പെടെയുള്ളവർ പോളിന്റെ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞു. തുടർന്നായിരുന്നു 1/2 മണിക്കൂർ സഞ്ചരിച്ച് പടമലയിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലെത്തിയത്. അജീഷിന്റെ വീട്ടിലെത്തിയപ്പോഴും അവിടെ 50-ലധികം ആളുകളാണ്, നൂറുകണക്കിന് ആളുകളാണ് അവിടെ ഈ കേന്ദ്രമന്ത്രിയെ കാണാനും ഇത്തരത്തിൽ പരാതി നേരിട്ട് പറയാനും കാത്തിരുന്നത്. അതോടൊപ്പം തന്നെയായിരുന്നു ഈ ബന്ധുക്കളെ കാണുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു നിലവിൽ നാളെ ഈ അവലോകന യോഗവുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ അവലോകന യോഗത്തിലായിരിക്കും വയനാട്ടിലെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന രീതിയിലുള്ള ചർച്ച നടക്കുകയും ഈ ചർച്ചയുടെ തീരുമാനങ്ങൾ പ്രധാനമന്ത്രി അറിയിക്കുകയും ചെയ്യും. ശരി, ശ്രീതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.